ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 ഹ്യൂമാനിറ്റീസിന് ശേഷം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെറ്റർ ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ പലരിലുമുള്ള ഒരു സൊസൈറ്റിയിലുള്ള പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഡിഗ്രി ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനാണ്. അത് കഴിഞ്ഞാൽ വല്ല PSC എക്സാമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോകാനേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുവിൽ നമ്മൾ കാണുന്നത്, അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു തെറ്റായ ധാരണയാണ്. നമുക്ക് ഹ്യൂമാനിറ്റീസ് പഠിച്ചിറങ്ങിയാലും ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. നമ്മളത് കണ്ടെത്തി പോവേണ്ട ഒരു ആവശ്യം മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ബെറ്റർ ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ പറയുന്ന കോഴ്സുകളിലൂടെ നിങ്ങൾക്ക് ഇത് പഠിച്ച് ഇതിലൂടെ നല്ലൊരു കരിയറിലോട്ട് എത്താനുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. സോ പൊതുവിൽ നമുക്ക് അറിയാമെന്നുള്ള ഡിഗ്രീനെ പറ്റിയിട്ട് തന്നെയാണ് ഫസ്റ്റ് പറയുന്നത്, അതായത് BA ബാച്ചിലർ ഓഫ് ആർട്സ്, അല്ലേ? അപ്പോൾ BA എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് സബ്ജക്റ്റ് വിഷയങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് നമുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് വിഷയങ്ങൾ എടുത്തിട്ട് നമുക്ക് അങ്ങനെയും ഡിഗ്രി ചെയ്ത് പോകാനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിയോ പൊളിറ്റിക്കൽ സയൻസോ സോഷ്യോളജിയോ എക്കണോമിക്സോ വേറെ പല വിഷയങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് വേണം. നിങ്ങളിപ്പോൾ ഡിഗ്രി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഒരു വിഷയം നിങ്ങൾക്ക് എടുത്ത് ചൂസ് ചെയ്ത് കോഴ്സ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, അല്ല ഇനി ലാംഗ്വേജ് വിഷയങ്ങളാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമോ അറബിക്കോ സാൻസ്കൃതോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലാംഗ്വേജ് അനുസരിച്ചും പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡിഗ്രി എന്ന് പറയുമ്പോൾ വെറുതെ നമ്മളൊരു 3-4 വർഷം പോയി പഠിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള വിഷയം ബേസ് ചെയ്തിട്ട് നമുക്ക് നല്ല നല്ല കരിയർ ഓപ്ഷൻസിലോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ ഹിസ്റ്ററി ഒക്കെ എടുക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പുരാവസ്തു ഗവേഷകരായും ചരിത്ര ഗവേഷകരായിട്ടോ ഒക്കെയുള്ള കരിയർ ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ക്യൂറേറ്ററായും പിന്നെ ടീച്ചേഴ്സായിട്ടും അങ്ങനെ. അത് മാത്രമല്ല സർക്കാർ ഇതര മേഖലകളിലും കരിയർ സാധ്യതയുള്ളതാണ്. നമ്മൾ ഈ ഒരു ഹിസ്റ്ററിയിൽ ഡിഗ്രി എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ ഓൾസോ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് പറയുന്ന സമയത്ത് അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നയതന്ത്ര രംഗത്തും സിവിൽ സർവീസിലും ഫോറിൻ സർവീസിലോട്ടും ഒക്കെ കരിയർ സാധ്യതകൾ മുന്നിലുണ്ട്. അതുമാത്രമല്ല പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ പൊളിറ്റിക്കൽ സയൻസ് എടുക്കുന്നവർക്ക് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ സോഷ്യോളജിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സർക്കാരിതര മേഖലകളിലും പിന്നെ NGOകളിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വെൽഫെയർ ഓഫീസറായിട്ടും ഗവേഷണ രംഗത്തും ഒക്കെ സാധ്യതകൾ സോഷ്യോളജി എടുക്കുന്നവർക്കുണ്ട്. പിന്നെ എക്കണോമിക്സ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എക്കണോമിക്സിൽ പല രീതിയിലുള്ള സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ പറ്റിയിട്ട്. അത് UPSCയുടെ അണ്ടറിൽ ആണ് കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു എക്സാമിനേഷൻ ആണ്. സോ അത് വളരെ നല്ലൊരു പോസ്റ്റാണ്. എക്കണോമിക് സർവീസിലോട്ടൊക്കെ ജോലി കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് എടുക്കുന്നവർക്കൊക്കെ അതൊക്കെ അങ്ങനെയുള്ള നല്ല നല്ല ഓപ്ഷൻസ് മുന്നിലുണ്ട്. അതുമാത്രമല്ല എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ ബാങ്കിങ്, ഇൻഷുറൻസ്, കോർപ്പറേറ്റ് പ്ലാനിംഗ് തുടങ്ങി നിരവധി മേഖലകളിലൊക്കെ നമുക്ക് കരിയർ സാധ്യതകൾ അവൈലബിൾ ആണ് കേട്ടോ. ബാങ്കിങ്, ഇൻഷുറൻസ്, കോർപ്പറേറ്റ് പല ബാങ്ക് എക്സാമുകളിലും ഒക്കെ ഒരുപാട് ബാങ്ക് എക്സാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് എക്കണോമിക്സിൽ BA ചെയ്യുന്നതിലൂടെ അങ്ങനെയുള്ള കരിയർ ഓപ്ഷൻസിലോട്ടും നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി സബ്ജക്റ്റ് വിഷയങ്ങൾക്ക് മാത്രമാണോ ചാൻസ് ഉള്ളത്? അല്ല, ലാംഗ്വേജ് വിഷയങ്ങൾക്കും ഉണ്ട്. അതായത് നമ്മൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം പോലുള്ള ലാംഗ്വേജ് പഠിച്ചാലും ടൂറിസം മേഖല, പബ്ലിഷിംഗ്, വിദേശത്തും അന്താരാഷ്ട്ര സംഘടനകളിലും സർക്കാർ കോർപ്പറേറ്റ് മേഖല തുടങ്ങി അനവധി അവസരങ്ങൾ ലാംഗ്വേജിലൂടെ നമുക്ക് കിട്ടും. ടീച്ചിങ് ഫീൽഡിലോട്ടും ഒക്കെ അത്യാവശ്യ അവസരങ്ങൾ എന്തിലുണ്ട്? ലാംഗ്വേജ് സ്റ്റഡീസിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിഗ്രി നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇനി നിങ്ങൾ ഡിഗ്രിക്കാണ് പോകുന്നത് എന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള, നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം നിങ്ങൾക്ക് എടുക്കാം. സബ്ജക്റ്റോ ലാംഗ്വേജോ ഏതായാലും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ എടുക്കുന്ന വിഷയത്തിൽ കരിയർ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു അറിവ് അതിലുണ്ടായിരിക്കണം. ഓക്കെ, അതനുസരിച്ച് വേണം നിങ്ങൾ ബാക്കി ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിഗ്രി എടുക്കുമ്പോൾ ഈ ഒരു വിഷയം പഠിക്കുന്നതിലൂടെ പിന്നെ എന്തിലോട്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം.
നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളിലൊക്കെ ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ എന്താണ് ജനറലി നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കുറച്ച് സാധ്യതകളെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഗ്രി ചെയ്യുന്നത് വെറുതെ അല്ല, അതിലൂടെ നമ്മൾ ചെയ്യുന്ന വിഷയത്തിലൂടെ നമുക്ക് നല്ല നല്ല ഓപ്ഷൻസിലോട്ട് എത്താൻ പറ്റും എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ഇനി ഡിഗ്രി അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് കോഴ്സുകൾ നോക്കാം. നിങ്ങൾക്ക് ലോ ഫീൽഡിലോട്ട് പോകാൻ താല്പര്യമാണ്, അതായത് നിയമമേഖലയിലോട്ട് നിയമത്തിലോട്ടൊക്കെ പോകാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ BA LLB കോഴ്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് അഡ്വക്കേറ്റ് ആവാൻ വേണ്ടി കേട്ടോ. സോ LLB എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം ഉണ്ട് ഇപ്പോൾ +2 ശേഷം. അത് ഈ ഒരു ടൈമിലൊക്കെ തന്നെയാണ്. അതായത് ക്ലാറ്റ്, ക്ലീ പോലുള്ള പല എൻട്രൻസ് എക്സാമുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ആ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, അഡ്മിഷനൊക്കെ കിട്ടും. ആൻഡ് 5 വർഷത്തെ കോഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക BA LLB എന്ന് പറയുമ്പോൾ. സോ അങ്ങനെ നിങ്ങൾക്ക് കോഴ്സ് ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് ലോ ഫീൽഡിൽ ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലോ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഫീൽഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലോട്ട് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്ക് മീഡിയയിലോട്ടൊക്കെ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ജോബിനോടൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അതൊരു ഡിഗ്രി തന്നെയാണ് കേട്ടോ. BA എന്നാണ് നമ്മൾ പറയുന്നത്. സോ ബാച്ചിലർ ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് കൂടുതലായിട്ട് നമ്മൾ ഈ മീഡിയയിലൊക്കെയുള്ള ഇപ്പോൾ ന്യൂസ് റിപ്പോർട്ടർമാരെയും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ജോബുകൾക്കൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ജേർണലിസ്റ്റ് ആവാനും ഒക്കെയുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ, ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക്, BSW എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിഷയത്തോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലോട്ട് പോകാം. സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് സൊസൈറ്റി ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം, സൊസൈറ്റി ആയിട്ട് ഒരു ഇൻട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു കോഴ്സ് എടുക്കാം. ദെൻ ഇതും ഒരു ഡിഗ്രി പ്രോഗ്രാം തന്നെയാണ് ആക്ച്വലി. BSW ബാച്ചിലർ എന്നല്ലേ പറയുന്നത്. ഓക്കെ, ദെൻ ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഹ്യൂമൻ റൈറ്റ്സിലും NGOസിലൊക്കെ വർക്ക് ചെയ്യാനുള്ള നല്ല നല്ല ഓപ്ഷൻസ്, കരിയർ ഓപ്ഷൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ, എബ്രോഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്കോപ്പുള്ള ഒരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് BSW എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ വർക്കിലോട്ടും പോകാവുന്നതാണ്. സോ ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ് സൈക്കോളജി. ആ ഒരു സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ BSc BA സൈക്കോളജി നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. സോ BSc സൈക്കോളജിയിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കരിയർ ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ HR ട്രെയിനറോ അല്ലെങ്കിൽ സ്ട്രെസ് മാനേജർ, കൗൺസിലർ മുതലായ അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളാണ് സൈക്കോളജിയിലൂടെ ഉള്ളത് കേട്ടോ. സോ ഇപ്പോൾ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു കറണ്ട് പീരീഡിലൊക്കെ അത്യാവശ്യം അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം മെൻ്റൽ ഹെൽത്ത് ആ ഒരു ഫീൽഡിലും നമ്മൾ നോക്കുന്ന ടൈമിലും അതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. കുറേ ആൾക്കാർ അതൊക്കെ അവെയറാണ് ആ ഒരു മാറ്ററിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കോളജി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കരിയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് അതിലൂടെ ആ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ഇനി ഡിസൈനിങ് ഒക്കെ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതും നിങ്ങൾക്ക് അതിനുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിലൂടെ ഉറപ്പായിട്ടും ഫാഷൻ ഡിസൈനേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കരിയർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിക്ക് പോകാനായിട്ട് പറ്റും. ഇനി അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് മാനേജ്മെൻറ്റിലോട്ടും അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ BBA BMS പോലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം. BBA എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കുമല്ലോ, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സാണ്. പിന്നെ BMS ഉണ്ട്. ആ ഒരു കോഴ്സൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും കേട്ടോ. അതായത് നിങ്ങൾക്ക് ബിസിനസ് ഫീൽഡിലോട്ടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പഠിച്ചെടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. അല്ല, ഇനി ബാച്ചിലർ ഓഫ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ കോഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഓരോ കോഴ്സിലൂടെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കരിയർ ഓപ്ഷൻസിലോട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് എപ്പോഴും പറയാനുള്ളൊരു കാര്യം അതാണ്, നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും ആ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയതിന് ശേഷം പിന്നെ എന്ത് കരിയറാണ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിട്ട് വേണം നിങ്ങളൊരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ,
പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ടീച്ചിങ് ഫീൽഡാണ്. ടീച്ചിങ് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ TTC ഈ പ്ലസ് ടുവിന് ശേഷം TTCക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പോകാം. 2 വർഷത്തെ കോഴ്സാണ്. TTC ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക LP സെക്ഷനിലായിരിക്കും നമുക്ക് പഠിപ്പിക്കാനായിട്ട് വരുന്നുണ്ടാവുക. ആ രീതിയിൽ നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉള്ള രീതിയിൽ ടീച്ചറായിട്ട് കയറാൻ പറ്റും. പിന്നെന്താ BEd ചെയ്യുകയാണെങ്കിൽ ഹൈസ്കൂൾ ലെവലിലോട്ടൊക്കെ പോകാൻ പറ്റും. പിന്നെ പലതിനും ഇതിനൊക്കെ ടീച്ചിങ്ങിലോട്ട് പോകുമ്പോൾ പല എൻട്രൻസുകളുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ എന്താ പറയുക, സെറ്റ് നെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കാനുള്ള എൻട്രൻസ് ആണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കാനായിട്ട് കയറാനായിട്ട് പറ്റുള്ളൂ. അതിനോടൊപ്പം അതിനാവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് ആവശ്യമാണ് കേട്ടോ. ദെൻ ഓൾസോ നെറ്റ് എന്ന് പറയുമ്പോൾ കോളേജിലൊക്കെ പ്രൊഫസേഴ്സായിട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളതാണ് നെറ്റ് എന്ന് പറയുന്ന ആ ഒരു എൻട്രൻസ് മീൻസ് ക്വാളിഫയിങ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ പല എക്സാമുകളുണ്ട്. ആ എക്സാമുകൾ ക്ലിയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അവർ പറഞ്ഞിട്ടുള്ള സർട്ടൺ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ ടീച്ചിങ്ങിലോട്ട് പോകാൻ താല്പര്യമുള്ളവർ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. സോ അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോവുക. ഇനി നെക്സ്റ്റ് ഞാനവിടെ വെച്ചിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ കോഴ്സസ് ആണ്. അതായത് പലതരത്തിലുള്ള ഡിപ്ലോമ കോഴ്സസ് ഇന്ന് നിലവിലുണ്ട്. ഓക്കെ, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ഒരിക്കലും നിങ്ങൾ +2ന് ശേഷം ഡയറക്റ്റായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പോൾ ഡിപ്ലോമ കോഴ്സസ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിനൊരു എക്സാമ്പിളാണ് കേട്ടോ. ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഒക്കെ കോഴ്സ് 1 ഇയറിലും ഒക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ 1 ഇയർ കൊണ്ടോ ഒക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഷോർട്ട് ടേം കോഴ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ പല കമ്പനീസ് ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പലതരത്തിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതെന്തുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കറണ്ട് സിറ്റുവേഷനൊക്കെ അനുസരിച്ച് നിങ്ങൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലായാലും ഒക്കെ നമുക്കൊരു ബേസ് ആയിട്ടൊരു ഡിഗ്രി പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പോഴും വാല്യൂ കൂടുതലാണ്. ഓക്കെ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, എല്ലാവർക്കും ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ഡിഗ്രിയാണ് ബേസ് ആയിട്ട് എല്ലാവരും പറയുന്നല്ലേ. ഇപ്പോൾ പല കമ്പനി നമുക്കൊരു ജോബിൻ്റെ കാര്യം നോക്കുന്ന ടൈമിലായിക്കോട്ടെ ഒരു ബേസിക് ക്വാളിഫിക്കേഷനാണ് ഡിഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കോഴ്സുകൾ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് സൈഡായിട്ട് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഡിപ്ലോമ കോഴ്സസ് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അത് നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ സൈഡായിട്ട് നിങ്ങൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അല്ലാണ്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇനി പോവണം എന്ന് ഞാൻ പറയത്തില്ല. അതൊരിക്കലും ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് മേജറായിട്ട് ഒരു കോഴ്സ് നിങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം സൈഡായിട്ട് ജസ്റ്റ് ഈ ഒരു ഷോർട്ട് ടേം കോഴ്സസ് ചെയ്ത് പോവാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല, വേറെയും പലതരത്തിലുള്ള കോഴ്സസ് ഉണ്ട്. മോസ്റ്റ് പ്രോമിനൻ്റ്ലി പലരും കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ളതാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് എക്സാമ്പിളായിട്ട് വെച്ചതും കേട്ടോ. അപ്പോൾ ഡിപ്ലോമ കോഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. മെയിനായിട്ട് ഒരു കോഴ്സ് ഒരു പ്രൊഫഷണൽ കോഴ്സ് നിങ്ങൾ എടുക്കുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ കോഴ്സുകൾ കൂടി വേണമെങ്കിൽ അതിനോടൊപ്പം ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി അവസാനമായിട്ട് പറയാനുള്ളത് UPSC, PSC, SSC, RRB പോലുള്ള എക്സാമുകളാണ് കേട്ടോ. UPSC എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസസ് എക്സാമിനേഷൻ അല്ലേ. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഒരുപാട് നല്ല നല്ല പോസ്റ്റുകളാണ് ഉള്ളത് കേട്ടോ. നമുക്ക് ആകെ അറിയാമെന്നുള്ള, നമ്മളെപ്പോഴും കേൾക്കുന്നത് IAS, IPS, IFS ഒക്കെ ആയിരിക്കാം. പക്ഷെ അത് 3 മാത്രമല്ല, വേറെയും ഒരുപാട് പോസ്റ്റുകൾ ഈ ഒരു എക്സാമിന് അണ്ടറിൽ നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം UPSC എന്ന് പറയുന്ന 3 ഘട്ടമായിട്ടാണ് പരീക്ഷ വരിക. പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ 3 സ്റ്റേറ്റസിലൂടെയാണ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കും റാങ്കും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലുള്ള ഇഷ്ടമുള്ള മീൻസ് ഇതിൽ പല സർവീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പല പോസ്റ്റുകളുണ്ട്, അതിനകത്ത് നിങ്ങൾ റിക്രൂട്ടഡ് ആവും. ഓക്കെ, ആ രീതിക്കാണ് ആ ഒരു പ്രോസസ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ UPSC നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അതിന് UPSCക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒറ്റ ക്വാളിഫിക്കേഷനെ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു അംഗീകരിക്കപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഡിഗ്രി ഉണ്ടാവണം. പിന്നെ 21 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ ഒരു ഏജ് ലിമിറ്റും, അത് മാത്രമല്ല ഈ ഒരു ഡിഗ്രി ഉണ്ടാവണം. ഇത് മാത്രമാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ UPSCയിലോട്ട് നോക്കാവുന്നതാണ്, നല്ല ഓപ്ഷനാണ്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നതാണ് PSC. PSC എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന ഗവൺമെൻറ് എക്സാമുകളാണ്, പല ഗവൺമെൻറ് പോസ്റ്റിലോട്ടുള്ള എക്സാമുകളാണ്.
അപ്പോൾ നമുക്ക് 10th ക്വാളിഫിക്കേഷൻ വെച്ചിട്ടും +2 ക്വാളിഫിക്കേഷൻ വെച്ചിട്ടും ഒക്കെ എക്സാമുകൾ എഴുതാവുന്നതാണ് കേട്ടോ. ഇനി ഡിഗ്രി കൂടി ചെയ്യുകയാണെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള നല്ല നല്ല എക്സാമുകളും PSCക്കകത്ത് വരാറുണ്ട്. ഓക്കെ, പിന്നെ SSC എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാമാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാം എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ് കേട്ടോ. മീൻസ് നമ്മൾ ആ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ ആ ജോബ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലി എന്നൊക്കെ പറയുന്നത് എന്താണ്, അതിൻ്റെയൊക്കെ ഒരു വാല്യൂ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ SSCയിലും ഈ പറഞ്ഞതുപോലെ 10th ലെവൽ വെച്ചിട്ടുള്ള എക്സാം ഉണ്ട്, +2 ലെവലിലുള്ള എക്സാമും വരുന്നുണ്ട് കേട്ടോ. SSC MTS, SSC CHSL എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ എക്സാമുകളുടെ പേര് വരുന്നത്. ഡിഗ്രി കഴിഞ്ഞവർക്ക് SSC CGL പോലുള്ള എക്സാമും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് SSCയിലോട്ട് പോകണമെങ്കിൽ എന്താണ് അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ RRB എന്ന് പറയുന്നത് റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമുകളാണ്. RRB NTPC പോലുള്ള എക്സാമൊക്കെ നമുക്ക് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് തന്നെ എഴുതാൻ പറ്റുന്ന എക്സാമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കുറേ ഗവൺമെൻറ് എക്സാമുകളിലുള്ള ഇത്തരത്തിലുള്ള കുറേ ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. മേജറായിട്ടുള്ള കുറേ അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുക നെക്സ്റ്റ്. ആൻഡ് ഓൾസോ ആ ഒരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബാക്കി എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, മീൻസ് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്, എന്ത് കരിയറിലോട്ടാണ് പോകാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോഴേ ഉണ്ടാവണം. അതനുസരിച്ച് വേണം നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഹൈപ്പ് തരാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ഡൗട്ട്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാമെന്നുള്ള കാര്യമാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം. എനിക്കിപ്പോൾ ഓവറോൾ കുറേ കോഴ്സുകളെ പറ്റിയിട്ടൊന്നും ഞാൻ അങ്ങനെ അന്വേഷിച്ചില്ല. അപ്പോൾ എനിക്കങ്ങനെ എല്ലാ കോഴ്സുകളെ പറ്റിയിട്ടൊന്നും പറഞ്ഞു തരാനായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാമെന്നുള്ള കാര്യമാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, ഇനി ഈ ഞാൻ പറഞ്ഞതുമായിട്ടുള്ള റിലേറ്റഡുള്ള കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ.